ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. നേരത്തെ തന്നെ സച്ചി കോടതിയിൽ എത്തിയിരുന്നു. ഗോകുലും അർച്ചനയും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയം അർച്ചന ഗോകുലിനോട് ചോദിച്ചിരുന്നു ഞാൻ എന്താണ് കോടതിയിൽ പറയേണ്ടതെന്ന്. വന്നിറങ്ങിയപ്പോഴും ചോദിച്ചു. ഒടുവിൽ ഗോകുൽ അർച്ചനയോട് പറയുന്നുണ്ട് തൻ്റെ മനസാക്ഷിക്ക് നിരക്കുന്നത് എന്താണോ അത് പറയുക. ഗോകുൽ എന്താ കോടതിയിൽ പറയാൻ പോകുന്നത് എന്ന് അർച്ചന ഗോകുലിനോട് ചോദിക്കുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട് സത്യം മാത്രം. ഇത്രയും പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട്. ഈ സമയത്താണ് കമല അവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കമലയുടെ മുന്നിലേക്ക് ഗോകുൽ വരുന്നുണ്ട്. അർച്ചനയും വരുന്നു. കമല അവരെ കണ്ടപാടെ എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ സച്ചി കമലയെ പിടിച്ച് അവിടെ ഇരുത്തുകയാണ്. എങ്കിലും കമല എഴുന്നേൽക്കുന്നുണ്ട്. മോനെ, എൻ്റെ മോള് എന്നിങ്ങനെ കമല സങ്കടത്തോടെ പറയുന്നുണ്ട്. അമ്മേ, ഞാൻ പറഞ്ഞത് മറന്നുപോയോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് അമ്മയോട്. അർച്ചനയ്ക്കും അമ്മയോട് സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അമ്മയെ കണ്ടിട്ടും സച്ചിയെ കണ്ടിട്ടും ഒന്നും മിണ്ടാതെ ഗോകുലിനൊപ്പം കോടതിയിലേക്ക് കയറി പോവുകയാണ് അർച്ചന. ശേഷം കാണിക്കുന്നത് രണ്ടുപേരും രണ്ടായിട്ടിങ്ങനെ ഇരിക്കുകയാണ്. ഇനി കേസ് വിളിക്കാനായി വിളിക്കുന്നുണ്ട് കേസ്. ആദ്യം സച്ചിയെ വിളിച്ചു. ആരതിയാണ് ഇപ്പോൾ ഇവരുടെ വക്കീൽ. കേസ് എന്താണെന്ന് പറയുന്നുണ്ട് കോടതി. ആരതി പറയുന്നുണ്ട്, ഈ നിൽക്കുന്ന എൻ്റെ കക്ഷി സച്ചിക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞിനെയും നഷ്ടപ്പെട്ടിട്ട് 10 വർഷമായി. ഇത് കേട്ട് കോടതി എന്താണ് കാരണമെന്ന് ചോദിക്കുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ കക്ഷി ഉപേക്ഷിച്ച് അർച്ചന കുഞ്ഞിനെയും എടുത്ത് അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു. റീസൺ എന്താണെന്ന് ചോദിക്കുമ്പോൾ ആരതി പറയുന്നുണ്ട് ചില കുടുംബ പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. കഴിഞ്ഞ 10 വർഷങ്ങളായി എൻ്റെ കക്ഷി അർച്ചനയും കുഞ്ഞിനെയും അന്വേഷിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. പോലീസിൽ പരാതി നൽകുകയും അവർ അന്വേഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവർ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന കാരണത്താൽ പോലീസ് അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഭാര്യയോടും കുഞ്ഞിനോടുമുള്ള അമിതമായ സ്നേഹത്താൽ എൻ്റെ കക്ഷി നിരന്തരം അവരെ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. എന്നിട്ട് കണ്ടെത്തിയെന്ന് ചോദിക്കുന്നു. യെസ് യുവർ ഓണർ, 10 വർഷങ്ങൾക്ക് ശേഷം സച്ചി തൻ്റെ ഭാര്യയെ കണ്ടെത്തി. ആ ഒരു സന്ദർഭമാണ് ഇപ്പോൾ സച്ചി ഓർക്കുന്നത്. അന്ന് ആ ആശ്രമത്തിൽ വെച്ച് കണ്ടെത്തിയത്. അത് അർച്ചനയും ഓർക്കുന്നുണ്ടായിരുന്നു. എന്ന് കോടതി ചോദിക്കുന്നു. ഇനിയുള്ള സംഭവങ്ങൾ എൻ്റെ പെറ്റീഷണർ തന്നെ ഈ കോടതിയിൽ വിശദമാക്കുമെന്ന് പറയുന്നുണ്ട് ആരതി. പറയാനുള്ളത് മുഴുവനും കോടതിക്ക് വ്യക്തമായി മനസ്സിലാക്കത്തക്ക വിധം പറയുന്നുണ്ട് ആരതി സച്ചിയോട്. സച്ചി തൊഴുതുകൊണ്ട് പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട കോടതി, ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് എല്ലാം ഒന്ന് കേൾക്കണം. അദ്ദേഹം യെസ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഭാര്യയും മകളെയും 10 വർഷമായി ഒരാൾ തടവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. ആരാണ് നിങ്ങളുടെ ഭാര്യയെ തടവിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്ന് ആരതി ചോദിക്കുന്നു. അദ്ദേഹം ഈ കോടതിയിൽ ഹാജരുണ്ടോ എന്ന് ചോദിക്കുന്നു. സച്ചി പറയുന്നു, ഉണ്ട്. അദ്ദേഹം ഈ കോടതിയിലെ പ്രശസ്തനായ ഒരു വക്കീലാണ്, അഡ്വക്കേറ്റ് ഗോകുൽ രാജ്. ടെൻഷനോടെ അർച്ചന ഗോകുലിനെ നോക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടറെ പറ്റിയാണോ എന്ന് കോടതി എടുത്തു ചോദിക്കുന്നു. കൗൺസിലർ, എന്താണിതൊക്കെ എന്ന് കോടതി ആരതിയോട് ചോദിക്കുമ്പോൾ ആരതി പറയുന്നുണ്ട്, നിർഭാഗ്യവശാൽ എൻ്റെ കക്ഷി പറഞ്ഞതെല്ലാം സത്യമാണ്. അഡ്വക്കേറ്റ് ഗോകുൽ രാജിൻ്റെ ഭാര്യ സമൃദ്ധ തന്നെയാണ് നഷ്ടപ്പെട്ടു പോയ സച്ചിയുടെ ഭാര്യ അർച്ചന എന്ന് ഞാൻ മുന്നേ തന്നെ എല്ലാം സമർപ്പിച്ചിട്ടുണ്ടെന്ന് ആരതി പറയുന്നുണ്ട്. സച്ചിയുടെയും അർച്ചനയുടെയും കല്യാണത്തിൻ്റെ ഫോട്ടോയും വീഡിയോസും എല്ലാം ബഹുമാനപ്പെട്ട കോടതിക്ക് പരിശോധിക്കാവുന്നതാണ് എന്നും പറയുന്നു. സച്ചി പറയുന്നുണ്ട്, എൻ്റെ ഭാര്യയും കുഞ്ഞും എന്നെ ഉപേക്ഷിച്ചു പോയ ആ രാത്രി അഡ്വക്കേറ്റ് ഗോകുൽ രാജിൻ്റെ കാറിന് മുന്നിൽ ഒരു അപകടത്തിൽപ്പെട്ടു. അങ്ങനെ ഉണ്ടായ കാര്യങ്ങളെല്ലാം സച്ചി കോടതിയോട് പറയുന്നുണ്ട്. അപകടത്തിൽപ്പെട്ട എൻ്റെ ഭാര്യയും മകളെയും അദ്ദേഹം ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ ആക്സിഡൻറ്റിനെ തുടർന്ന് എൻ്റെ ഭാര്യ അർച്ചനയ്ക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു. ഭാര്യ മരണപ്പെട്ടു പോയ അഡ്വക്കേറ്റ് ഗോകുൽ രാജ് എൻ്റെ ഭാര്യ അർച്ചനയെ പേര് മാറ്റി സമൃദ്ധ എന്ന പഴയ ഭാര്യയുടെ പേരിൽ ഇത്രയും കാലം ആരും അറിയാതെ ഒളിപ്പിച്ച് താമസിപ്പിക്കുകയായിരുന്നു. തൻ്റെ കാറിന് മുന്നിൽ അപകടത്തിൽപ്പെട്ട ആ സ്ത്രീയോടും മകളോടും സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു അഡ്വക്കേറ്റ് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അപകടത്തിൽപ്പെട്ട അർച്ചനയ്ക്കും കുഞ്ഞിനും ബന്ധുക്കളുണ്ടോ, ഭർത്താവുണ്ടോ, ഇതൊന്നും അദ്ദേഹം അന്വേഷിച്ചില്ല. പത്രത്തിലൊരു പരസ്യം പോലും കൊടുത്തില്ല. എല്ലാം രഹസ്യമാക്കി വെച്ചു. മറ്റൊരാളുടെ ഭാര്യയും കുഞ്ഞിനെയും കള്ളപ്പേരിൽ ഒളിവിൽ താമസിപ്പിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. കഴിഞ്ഞ 10 വർഷമായി ഓർമ്മയില്ലാത്ത എൻ്റെ ഭാര്യയെ അയാൾ ചൂഷണം ചെയ്യുകയായിരുന്നു. ആരതി പറയുന്നു, യുവർ ഓണർ, എൻ്റെ കക്ഷി അദ്ദേഹത്തിൻ്റെ മനോവിഷമങ്ങളാണ് ഇപ്പോൾ ഈ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ കക്ഷിക്ക് ഒരു ഡിമാൻഡേ ഉള്ളൂ യുവർ ഓണർ. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളെയും അവർക്ക് തിരിച്ചു കിട്ടണം. അത് മാത്രമാണ് ആവശ്യപ്പെടുന്നത്. സച്ചി പറയുന്നു, അർച്ചനയെ കാണാതെ ഞങ്ങളുടെ അമ്മ മാനസിക നില തെറ്റിയ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി അർച്ചന നഷ്ടപ്പെട്ട വേദനയിൽ നിന്നും ഞങ്ങളാരും ഇതുവരെ കരകയറിയിട്ടില്ല. ദയവ് ചെയ്ത് ബഹുമാനപ്പെട്ട കോടതി എൻ്റെ ഭാര്യയും മകളെയും എനിക്ക് തിരിച്ചു തരണമെന്ന് അപേക്ഷിക്കുകയാണ് സച്ചി.
എല്ലാം പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ഇറങ്ങിക്കോളൂ എന്ന് കോടതി പറയുന്നുണ്ട് സച്ചിയോട്. അങ്ങനെ സച്ചി ഇറങ്ങി. ഈ കേസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്നുകൂടി കോടതിക്ക് മുന്നിൽ വിശദമാക്കാൻ ഇപ്പോൾ അഡ്വക്കേറ്റ് ഗോകുൽരാജിനൊപ്പം പഴയ ഭാര്യയുടെ പേരിൽ അറിയപ്പെടുന്ന സമൃദ്ധ വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഗോകുൽരാജിൻ്റെ ഭാര്യ സമൃദ്ധയെ വിളിക്കുകയാണ്, അതായത് അർച്ചനയെ തന്നെ. ഗോകുൽ അർച്ചനയോട് പറയുന്നുണ്ട് തൻ്റെ മനസ്സാക്ഷിക്കനുസരിച്ച് എന്തും തനിക്ക് പറയാം, കോടതിയിലേക്ക് ചെന്നോളൂ എന്ന് ഗോകുൽ തന്നെ അർച്ചനയോട് പറയുന്നുണ്ട്. അർച്ചന സങ്കടത്തോടെ പോവുകയാണ്. എന്ത് പറയണമെന്ന് അപ്പോഴും അർച്ചനയ്ക്ക് അറിയില്ല. ഒരു ഭാഗത്ത് തൻ്റെ ഭർത്താവ്, മറുഭാഗത്ത് 10 വർഷം തന്നെ നന്നായി നോക്കിയ ഗോകുൽ. കൗൺസിലറിന് എന്താണ് സാക്ഷിയോട് ചോദിക്കാനുള്ളത് എന്ന് കോടതി ചോദിക്കുമ്പോൾ ആരതി പറയുന്നു, ഒരുപാടില്ല യുവർ ഓണർ, ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ. പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട് അർച്ചനയോട്. ആ സമയം അർച്ചന ഗൗരിയെക്കുറിച്ച് ഓർക്കുന്നു. ചോദിച്ചത് കേട്ടില്ല, എന്താണ് നിങ്ങളുടെ പേര് എന്ന് ആരതി ചോദിക്കുന്നു. പേടിക്കണ്ട, ധൈര്യമായി പറഞ്ഞോളൂ എന്ന് ആരതി പറയുന്നു. സമൃദ്ധ എന്ന് അർച്ചന പറയുന്നു. സമൃദ്ധയെന്നോ അർച്ചനയെന്നോ എന്താണ് യഥാർത്ഥ പേരെന്ന് ഒന്നുകൂടി ആരതി ചോദിക്കുന്നു. പിന്നീട് പേര് മാറ്റി പറയരുതെന്നും ആരതി പറയുന്നു. ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന് അർച്ചന പറയുന്നുണ്ട്. ശരി, നിങ്ങളുടെ മകളുടെ പേര് എന്താണെന്നും ചോദിക്കുന്നു. ഗൗരി എന്ന് അർച്ചന. അഡ്വക്കേറ്റ് ഗോകുൽരാജ് നിങ്ങളുടെ ആരാണെന്ന് ആരതി ചോദിക്കുന്നു. പറയൂ, അഡ്വക്കേറ്റ് ഗോകുൽരാജ് നിങ്ങളുടെ ആരാണെന്ന് ചോദിക്കുന്നു. എൻ്റെ മകളുടെ അച്ഛനാണ് എന്ന് അർച്ചന പറയുന്നുണ്ട്. ഒരു ചോദ്യത്തിനും കൂടി ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാമെന്ന് ആരതി സച്ചിയെ മുന്നോട്ട് വരാനായി പറയുന്നുണ്ട്. അങ്ങനെ വളരെ സങ്കടത്തോടെ തന്നെ സച്ചി അർച്ചനയുടെ മുന്നിലേക്ക് വരുന്നു. ഈ നിൽക്കുന്ന സച്ചിദാനന്ദനെ നിങ്ങൾക്കറിയാമോ എന്ന് ആരതി ചോദിക്കുന്നു. പറയൂ, സച്ചി അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന അറിയാം എന്ന് പറയുന്നുണ്ട്. സച്ചിയെ എങ്ങനെ അറിയാമെന്നും ചോദിക്കുന്നു. എൻ്റെ മകളുടെ കൂട്ടുകാരിയുടെ അച്ഛനാണ് എന്ന് അർച്ചന പറയുന്നു. ആശ്വാസത്തോടെ ഇരിക്കുകയാണ് ഗോകുൽ. മകളുടെ കൂട്ടുകാരിയുടെ അച്ഛൻ എന്നല്ലാതെ നിങ്ങൾ തമ്മിൽ മറ്റൊരു ബന്ധവുമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആരതി. ഇദ്ദേഹം ഒരു ടാക്സി ഡ്രൈവറാണെന്നറിയാം എന്ന് അർച്ചന പറയുന്നു. സച്ചിയെക്കുറിച്ച് അത്രമാത്രമേ സമൃദ്ധിക്ക് അറിയൂ എന്ന് ആരതി ചോദിക്കുന്നു. സച്ചി ഈ കോടതിയിൽ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് സമൃദ്ധ എന്ത് പറയുന്നു എന്ന് ആരതി ചോദിക്കുന്നു. പറയൂ, നിങ്ങൾ സച്ചിയുടെ ഭാര്യ അർച്ചനയാണ് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു, അതൊന്നും എനിക്കറിയില്ല, എനിക്ക് ഇനി ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ലെന്നും അർച്ചന പറയുന്നുണ്ട്. വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് കോടതി ചോദിക്കുന്നു. ഇനി അടുത്ത ഒരു കേസ് അടുത്ത അവധിക്ക് മാറ്റിവെക്കുകയാണ്. ആകെ നിരാശയോടെ നിൽക്കുകയാണ് സച്ചി. സമാധാനത്തോടെ ഗോകുലും. എനിക്ക് കുറേ നേരം ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, നമുക്ക് വേഗം പോകാമെന്ന് അർച്ചന ഗോകുലിനോട് പറയുന്നുണ്ട്. ഈ സമയം രാജീവ് വന്ന അർച്ചനയോട് പറയുന്നു, ഇത്രയും ധീരവും ശക്തവുമായ ഒരു നിലപാടെടുക്കുക എന്ന് വെച്ചാൽ അത് അത്ര ഈസിയായ കാര്യമല്ല. ഈ സമയത്ത് ഗൗരിമോളുടെയും ഗോകുലിനൊപ്പമാണ് അർച്ചന നിൽക്കേണ്ടത്. ബാക്കിയെല്ലാം സാവധാനം പരിഹരിക്കാമെന്ന് രാജീവ് പറയുന്നുണ്ട്. ആ സമയത്ത് സച്ചി എവിടേക്ക് വരുന്നത് അർച്ചന കാണുന്നുണ്ടായിരുന്നു. കമലയും സച്ചിയും വളരെ സങ്കടത്തോടെ അർച്ചനയെ നോക്കുന്നു. ഉള്ളിൽ ചോര പൊടിഞ്ഞിട്ടാണ് അർച്ചന ഈ തീരുമാനമെടുത്തത് എന്ന് എനിക്കറിയാമെന്ന് രാജീവ് പറയുന്നുണ്ട്. ഒന്നും മിണ്ടാതെ അർച്ചന അവിടുന്ന് പോവുകയാണിപ്പോൾ. അർച്ചന കാറിലേക്ക് കയറി. അളിയ, സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കോടതിയിൽ പറഞ്ഞ വാക്കുകളിലൂടെ അർച്ചന വെട്ടിമുറിച്ചത് അവളുടെ പഴയ ജീവിതമാണ്. അർച്ചനയ്ക്കിപ്പോൾ ഏറ്റവും വലുത് അളിയനും കുഞ്ഞുമാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്നും രാജീവ് ഗോകുലിനോട് പറയുന്നു. ഇനി അളിയൻ ധൈര്യമായിട്ട് വീട്ടിലേക്ക് ചെല്ല അർച്ചനയും കൂട്ടി. അർച്ചനയ്ക്ക് ഇനി നിങ്ങളെ വിട്ടു പോകാൻ സാധിക്കില്ല എന്നും ഗോകുലിനോട് പറയുകയാണ് രാജീവ്. ഇതെല്ലാം കേട്ട് രാജീവ് വളരെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.